പിറ്റേന്ന് രാവിലെ തന്നെ ഒരു 8:30 കൂടി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങിയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഓരോ പോയിന്റുകളൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ പോകുന്ന വഴികളൊക്കെ തന്നെയായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളെ. നമുക്ക് എവിടോട്ട് നോക്കിയാലും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ തോന്നും. ആദ്യം ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിന്റിലേക്കായിരുന്നു കേട്ടോ. ഭയങ്കര മഞ്ഞായിരുന്നു. അത് കാരണം ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. വെറും പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും അധികം വേസ്റ്റ് ആക്കിയില്ല സമയം. പിന്നെ ഞങ്ങൾ അവിടുന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് കോടമഞ്ഞിൻ പാട്ടൊക്കെ പാടി അടുത്ത പോയിന്റിലേക്ക് പോയേ. നമ്മൾ പോയത് പില്ലർ റോക്ക് കാണാനായിട്ടായിരുന്നേ. അത് നമ്മൾ പോണ വഴിയിൽ പില്ലർ റോക്ക് കണ്ടു. പക്ഷെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആ റോക്ക് എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മഞ്ഞ് വന്നങ്ങ് മൂടി. പിന്നെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ നമ്മൾ ഗുണ കേവിലോട്ട് പോയേ. അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നല്ല രസമായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. അവിടെ നിന്നുള്ളൊരു വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒത്തിരി മലയാളികളായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും മറ്റേ സുഭാഷേ എന്നൊക്കെ വിളിച്ച് സിനിമ ഡയലോഗൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് കാണാനായിരുന്നേ. അവിടെ നല്ല രസമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നേ. അവിടെ നിന്ന് തിരിച്ച് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിയിൽ നിന്ന് കുറച്ച് ക്യാരറ്റും പാഷൻ ഫ്രൂട്ടും ഒക്കെ മേടിച്ചു കേട്ടോ. ഇനി കൊടൈക്കനാൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ട് ഉറപ്പായിട്ട് മേടിക്കണേ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല തേൻ മധുരം. ഒരു പുളിയുടെ ഒരു അംശം പോലും ഇല്ല കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് കുറിഞ്ഞി ആണ്ടവർ ടെമ്പിളിലേക്കായിരുന്നേ. ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പഴനി ഹിൽസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് സമയം 1 മണിയായിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഈ ഒരു യാത്ര ഫുള്ള് പ്ലാൻ ചെയ്ത് തന്നത് നമ്മുടെ സ്വന്തം ജെമിനി ആയിരുന്നേ. ജെമിനി പറഞ്ഞതനുസരിച്ച് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കണ്ട് കൊടൈക്കനാലോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ചെന്നൈയിലോട്ട് യാത്ര തിരിച്ചു കേട്ടോ. കാരണം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് വേണം മോക്ക് പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ടതായിരുന്നേ. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.